അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ ദിവസം പോട്ട് മേക്കറിൽ ഇന്നലെ വന്ന് കയറിയ വീട് ഇന്ന് പകൽ ഒക്കെ കാണിച്ചു തരാം. നല്ലൊരു വീടാണ്. എയർബിഎൻബി വഴി നമ്മൾ ബുക്ക് ചെയ്തിട്ട് എടുത്ത വീടാണ്. 5 ബെഡ്റൂമുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയുള്ള വീടാണ്. അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറങ്ങാൻ പോക്കും പരിപാടികളും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് അജിൽ റെഡിയായി വരുന്നുണ്ട്. ആൾ സോക്സൊക്കെ ഇട്ട് ചുള്ളനാവുന്നുണ്ട്. വെൽക്കം ടു 7 ഡേയ്സ് ട്രാവൽ വാക്ക്. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ഈ വീടും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല വീട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എന്തായാലും ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇവിടെ എൻജോയ് ചെയ്തു. ഇന്ന് എല്ലാവരും എണീറ്റ് ഓരോരുത്തർ റെഡി ആവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടരാൻ പോവുകയാണ്. അതിക്ക് മുന്നേ നമ്മൾ താമസിച്ച വീടും ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിയർന്ന് കാണിച്ചു തരാം. ഓക്കെ. നോക്കി കങ്കാര് ഇഷ്ടം പോലെ ഉണ്ട് സൈഡിൽ. അതുപോലെ നേരെ മലയമേന്ന് ഫോഗ് പൊന്തണം നോക്കി. കാലത്ത് തന്നെയുള്ള നല്ല നല്ല കാഴ്ചകൾ. ഇതാണ് പോട്ട് മേക്കറിലെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മുടെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ നല്ല നല്ല കാഴ്ചകൾ കാണിക്കുന്നതാണ്. നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്ര കാണും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പേരെന്നായിരുന്നു മനു? എന്നിട്ടാടി ഒരു ബ്രദേഴ്സ്, അതെ, നോർത്ത് ബ്രദർ ലുക്കൗട്ട് പോയിന്റിലേക്കാണ് നമ്മൾ പോണേ. പക്ഷേ ഇന്ന് രാവിലെ തുടങ്ങി മഴയാണ്. ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങി നാളെ വരെ മഴയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ നിന്ന് ചെറുതായിട്ട് വെയിലൊക്കെ ആയിട്ടുണ്ട്. അത് കാലത്ത് തുടങ്ങി അങ്ങനെ ആണല്ലോ, മഴ പെയ്യും, ക്ലൗഡിന്ന്. പക്ഷേ നല്ല രസം. മല അങ്ങറ്റത്ത് മല, അവിടെ നിന്ന് ഇങ്ങനെ ഫോഗ് പന്ത്രണ്ടാനൊക്കെ രസമല്ലേ. നാട്ടിൽ നമ്മൾ കുട്ടമ്പഴയൊക്കെ ചെന്നിട്ട് മറ്റേ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം. താഴേക്ക് നോക്കിയ എൻ്റെ സുഹൃത്തുക്കളെ എന്ത് വ്യൂ പോയിൻ്റാണ് നോക്ക്. താഴെ കടലാണ്, ബീച്ചാണ്. നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലെത്തി നല്ല ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഊട്ടിയിലൊക്കെ കയറിപ്പോണ ആ ഒരു പ്രതീതിയല്ലേ അല്ലേ? ഊട്ടിയിൽ 2 സൈഡിലും മറ്റേ യൂക്കാലി മരങ്ങളുടെ ഇടയിൽക്കൂടെ കയറി പോണ ആ ഒരു ഇതാണ്. റൈറ്റ് സൈഡിലേക്ക് കടലാണ്. എന്നിട്ട് കാണാൻ പറ്റാ ഫോഗാണ്. കടൽ പിന്നെ എന്തിട്ട് വലിയൊരു നമ്മളാ കണ്ടുകൊണ്ടിരുന്നോടത്തതേ നോക്കി. അത് ഡാമാണോ കടലാണോ എന്തോ, എനിക്ക് വണ്ടി ഓടിക്കണോണ്ടാണ്. കടലല്ലേ? അതാ പറഞ്ഞു. ചിലപ്പോൾ ഡാമായിരിക്കും, അത് അറിയില്ല. ഞാൻ വണ്ടി ഓടിക്കാനല്ലേ, എനിക്കപ്പോൾ അത്ര ക്ലിയർ. നല്ല അസാമാന്യം കയറ്റോട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കണേ. നല്ല കയറ്റം. അതേ മലയുടെ ഏറ്റവും മണ്ടയിൽ എത്താറായി നമ്മൾ. അപ്പോൾ താഴേക്ക് നല്ല താഴ്ചയാണ്. നമ്മുടെ കുണുക്കുമല പോയിപ്പോണ്ടായ ആ ഒരു റോഡിൻ്റെ പോലെ ആയിട്ടോ എനിക്കിപ്പോൾ തോന്നണേ. അത് റൈറ്റ് സൈഡ് ഭയങ്കര താഴ്ച കൊക്കെയാ താഴെ. ഈ താഴേക്ക് റൈറ്റിലേക്ക് നമ്മള് 3 എത്തിയിട്ടോ. നല്ല ഫോഗ്. ഇത് നോക്ക് ഫ്രണ്ടില് എന്നാ ഫോഗാ നോക്ക്. പിന്നെ ഈ കാണണൊക്കെ എന്നതാ, നല്ല രസമാ. ഇത് നോക്ക്, അസല് ഫോഗ്. ഇതാണ് മക്കളെ രസം. ഞാനിത്രയും പ്രതീക്ഷയില്ലോട്ടോ. ദേ നോക്ക്, എന്നാ ഫോഗാ നോക്ക്. അയ്യോ, ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോഴും ആലോചിക്കുന്നുണ്ടാവും ഇത് ഏതാ സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
NSW ഓസ്ട്രേലിയയിൽ NSWയിൽ പോർട്ട് മെക്കേർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത്. നല്ല രസമാണ്, നല്ല വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. അടിപൊളി സ്ഥലം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ ഇനി ജസ്റ്റ് 1 മിനിറ്റ് കൂടി ഉള്ളൂ. എന്തായാലും പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഹായ്, നമ്മളങ്ങനെ എത്തി ഗൈസ്. ഏറ്റവും അവസാനം നമ്മൾ ആ മലയുടെ ഏറ്റവും മേളിലെത്തി. ഇത് വന്നത് വർത്തായില്ലേ? അടിപൊളിയല്ലേ ഉടനെ വഴിയൊക്കെ? ആണോ? ഇത് താഴേക്ക് നോക്കിയാൽ മക്കളെ എന്തുട്ട കാണണ വ്യൂ നോക്കി. കടലിലേക്ക് പുഴ വന്ന് ചേരണത് മുതൽ എന്തൊക്കെ കാണാം. സൂം ചെയ്ത് കാണിക്കാണ്ട് വന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. ഷിപ്പുകളൊക്കെ കിടക്കണ നോക്കിയാൽ ഫോഗ് പറന്നു വന്ന്. ഇത് നല്ല അടിപൊളിയാണ് അല്ല. വന്ന വഴിയാണെങ്കിൽ വർത്താണ്. അയ്യോ കാറ്റ്, താഴേന്ന് ഫോഗ് വന്ന് നോക്കിയേ. രാവിലെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി മഴയുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെ ആൾക്കാരധികമൊന്നും ഇല്ല. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും ഫോഗും ഉണ്ട് കണ്ടോ. ഫ്ലൈറ്റിലിരുന്നിട്ട് വിൻഡോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു മതിയാണ്. നോക്ക്, നല്ല ഫോഗ് കണ്ടോ. നല്ല രീതിയിൽ ഫോഗ് വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒന്നും പറയണ്ട, അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു നിൽക്കാതെ പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറി. ഫോഗ്, ഭയങ്കര ഫോഗും വന്ന് കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ പറപ്പിച്ച് പോണ പോലത്തെ കാറ്റ്. നിൽക്കാൻ പറ്റാണ്ടായി. ഞങ്ങൾ വണ്ടി കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര രസം കാണാൻ. നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ട് ലാൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് മുന്നേ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അതേപോലത്തെ വ്യൂ ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിൽ വന്നിട്ടില്ല കേട്ടോ. ഭയങ്കര അതിശയമായി പോയി കണ്ടിട്ട്, ഭയങ്കര സന്തോഷമായി. പക്ഷേ കാറ്റ് ചതിച്ചു ഗൈസ് നമ്മളെ. ഭയങ്കര കാറ്റ്. ഇതേ മരങ്ങൾ കാണിക്കുക, ഈ വണ്ടിയുടെ ടോപ്പിൽ കൂടെ നോക്കി മരം കിടന്ന് കാണിക്കണേ. ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്, കാരണം മരം ഒടിഞ്ഞ് വീഴുമെന്ന്. അതേപോലെ കാറ്റാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം താഴെ മൊത്തം ഫോഗ് വന്നിട്ട് താഴെയുള്ള കപ്പലൊക്കെ നേരത്തെ കാണിച്ചില്ല, അതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഫോഗായിപ്പോയി. വേറെ കുറച്ച് ആൾക്കാർ വണ്ടി വന്നിട്ട് ഇവിടെ ഇതേപോലെ കാറ്റായതുകൊണ്ട് അവർ നിർത്തിയില്ല, അവർ പോയി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, മാറുമെന്നറിയാൻ. രക്ഷയില്ല, കാറ്റ് കൂടാണ്, മഴയും തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പയ്യെ വണ്ടി എടുത്ത് പോയിട്ട്, നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോൾ താഴെ കണ്ട ഒരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ പോയി നോക്കാം. അവിടെ എത്തുമ്പോഴേക്കും മഴ മാറാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ ബിനുവിൻ്റെ അനിയൻ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളറിയാം. അപ്പോൾ അവനെ വിളിച്ച് ഇനി അടുത്ത് നല്ല സ്ഥലം ഏതൊന്ന് ചോദിച്ചിട്ട് വേണം അടുത്ത സ്ഥലം എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പയ്യെ വണ്ടി എടുത്ത് പോയി നമുക്ക് ആ ബീച്ചിലേക്ക് പോകാൻ നേരെ. വേറൊരു വ്യൂ പോയിൻ്റ് ആട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് പോകും. പക്ഷേ അത്ര ക്ലിയർ അല്ല, ഫോഗ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രം. വീഡിയോ അത്ര ഇതല്ല, ക്ലിയർ അല്ല. ദേ ഈ കല്ലേമൊക്കെ മൊത്തം അങ്ങോട്ട് കയറണ്ടടാ, കല്ലുമേലേക്ക് പോണ്ട. ഒരു പക്ഷേ നല്ല മഴ. അതൊരു ലൈറ്റ് ഹൗസാണ്. എൻ്റെ അമ്മേ, തൊപ്പി പറന്നു പോകും. തൊപ്പി എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ മമ്മിയോട്, അല്ലെങ്കിൽ അത് തൊപ്പി എടുത്തിട്ട് വരും, പോവുകയും ചെയ്യും. നോക്കണം കേട്ടോ, ഫോണൊന്നും പോരുത്. മഴ വീണ്ടും മഴ.
പാട്ടും കൂത്തും ഞങ്ങളുടെ ഫ്ലോ പോയി. നമ്മുടെ ഫ്ലോ ഫ്രിഡ്ജിൽ അത് അമ്മച്ചിക്ക് എന്തോ വെജിറ്റബിൾ എന്തോ സാധനം തോന്നുന്നു. വന്ദേ സുന്ദരി നല്ല ചരിതം ശകുന്തളയോ വീണ്ടും വാ. ഒന്നിച്ചു രണ്ടോ പൈങ്കിളികൾ തളിരിട്ട കിനാക്കൾ തൻ താമര വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരി എന്റെ വിരുന്നുകാരി. സന്ധ്യ ചന്ദ്രന്റെ അടിപൊളി പാട്ടുണ്ട്. അതായത് ഹമ്മിങ് ഓടിക്കോടുന്നത് അത് പാടുന്ന പൊന്നു അത് വേണ്ട, അത് പോട്ടെ. അത് വേണ്ട, അവര് പറഞ്ഞു അതാ ഇത് കൊടുക്കല്ല. ലജ്ജാവതിയെ നിന്റെ കണ്ണക്കടക്കണ്ണിൽ റാണി റാണിയുടെ രാക്ഷസി വെച്ച് പാട്ടില്ല. ഉണ്ട്. നീ പറയുന്നു പൂട്ടി പാടും. പിന്നെ ദായോ നിങ്ങള് ഹമ്മിങ് പാട്ടിന്റെ തുടക്കം പാട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അല്ല ഇത് പക്ഷെ ഹമ്മിങ് ആണെങ്കിൽ അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ 3 ദിവസത്തെ ട്രിപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോട്ട് മേക്കറിനോട് വിട പറയാണ്. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി നമ്മൾ പോണ വഴിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ നേരെ ക്യാൻഡൂസിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും പോകാൻ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താഴെ കൂടെ പോട്ട് തന്നെ
അത് ഇതേ അവിടേക്ക് എന്നിട്ട് വേറെ വലിയൊരു പുഴയിലേക്ക് എത്തിച്ചേരാണ്.